ഹായ്, ഏറെ രസകരമായ ഒരു ജാപ്പനീസ് ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ഒരു യജമാനനുമില്ലാത്ത ഒരു സമുറായി അഥവാ റോണിനായ ഹാൻഷിറോ സുകുമോയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ലീ വംശക്കാരുടെ ഉടമസ്ഥതയിലുള്ള ആഡംബരപൂർണമായ ഒരു വസതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. വംശത്തലവനായ സൈറ്റോ കഗേയോയെ കാണാനുള്ള അനുവാദം ചോദിച്ചാണ് ഹാൻഷിറോ ആ വീട്ടിലെത്തിയത്. കഗേയോ അദ്ദേഹത്തെ ഉള്ളിലേക്ക് ക്ഷണിച്ച ശേഷം അദ്ദേഹവുമായി സംസാരിച്ചു. ഫുകുഷിമ മസനൂരി വംശത്തിൽപ്പെട്ട ഒരു സാമുറായിയാണ് താനെന്ന് ഹാൻഷിറോ പരിചയപ്പെടുത്തി. കഗേയോയുടെ വസതിയിൽ താൻ വന്നതിന്റെ ലക്ഷ്യം സെപ്പുക്കു ചെയ്യാനാണെന്നും അവൻ വിശദീകരിച്ചു. സെപ്പുക്കു ഹരാഗിരി എന്നും അറിയപ്പെടാറുണ്ട്. തങ്ങളുടെ കർത്തവ്യങ്ങളിൽ പരാജയപ്പെട്ടതിനു ശേഷം അഭിമാനം സംരക്ഷിക്കുന്നതിനും മാനം വീണ്ടെടുക്കുന്നതിനുമായി ഒരു ജാപ്പനീസ് സാമുറായി സ്വന്തം വയറ്റിൽ വാൾ കുത്തിയിറക്കി ജീവനൊടുക്കുന്ന ഒരു പരമ്പരാഗത ചടങ്ങാണിത്. ഇത് കേട്ട കഗേയോ ഹാൻഷിറോയുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ചിജിവോ മൊട്ടാമെ എന്ന ചെറുപ്പക്കാരനും ഇതേ ആവശ്യവുമായി തന്റെ വസതിയിൽ വന്നിരുന്നുവെന്ന് അവനോട് പറയുകയും ചെയ്തു. തുടർന്ന് രംഗം ഒരു മുൻകാല സംഭവത്തിലേക്ക് മാറുന്നു. 1634 ആദ്യ ശരത്കാലത്ത് 20 വയസ്സുള്ള ചിജിവ മൊട്ടോമെ സെപ്പുക്കു ചെയ്യാനുള്ള അനുവാദം തേടി കഗേയോയുടെ വസതിയിലെത്തി. കഗേയോ മൊട്ടോമയുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും ചടങ്ങിന് മുമ്പായി കുളിക്കാനും വസ്ത്രം മാറാനും അവനെ അനുവദിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മൊട്ടോമയുടെ സെപ്പുക്കുവിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഗേയോയുടെ എല്ലാ സമുറായിമാരും ഒത്തുകൂടി. ചടങ്ങിന് മേൽനോട്ടം വഹിക്കേണ്ട കഗേയോയുടെ മുതിർന്ന സമുറായിമാരിൽ ഒരാളായ ഒമോദാക്ക വളരെ അപൂർവമായ ഒരു സംഭവത്തിനാണ് തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. മറുവശത്ത് ചടങ്ങിനായി തയ്യാറായ മൊട്ടോമയ്ക്ക് തന്റെ മുറിയിലെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന തന്റെ വാൾ കണ്ടെത്താനായില്ല. തൊട്ടു പിന്നാലെ ഒമോദാക്ക അവിടെത്തി സെപ്പുക്കി നടത്തുന്നതിനായി ഉടൻ തന്നെ പ്രധാന മുറ്റത്തേക്ക് പോകാൻ മൊട്ടോമയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭയം തോന്നിയ മൊട്ടോമെ തന്റെ ധൈര്യം സംഭരിക്കാൻ അല്പം സമയം ചോദിച്ചു. നിർഭാഗ്യവശാൽ അവന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയും അവനെ നേരെ മുറ്റത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുറച്ചു സമയത്തിനു ശേഷം കഗേയോ തന്റെ വസതിയിൽ വെച്ച് സെപ്പുക്കു ചെയ്യാൻ കാണിച്ച താല്പര്യത്തിന് മൊട്ടോമയോട് ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി അറിയിച്ചു. ആ കാലഘട്ടത്തിൽ സെപ്പുക്കു ചെയ്യുന്നത് ഒരു സമുറായിക്ക് വലിയ ആദരവായി കണക്കാക്കപ്പെട്ടിരുന്നു. അത് നടത്തുന്ന വീടും വളരെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുക. സെപ്പുക്കു ചെയ്യാൻ സമയമായപ്പോ മടിച്ചു നിന്ന മൊട്ടാമെ കഗേയോട് ഒരു ദിവസം കൂടി സമയം തരണം എന്ന് അപേക്ഷിച്ചു. എന്നാൽ അവിടുത്തെ സമുറായിമാർ അതിനെ എതിർത്തു. ഒരിക്കൽ തയ്യാറാക്കിയ സെപ്പുക്കു മാറ്റിവെക്കുന്നത് തനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ കഗേയോ ആ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു. ഒടുവിൽ മൊട്ടോമയ്ക്ക് സെപ്പുക്കു ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഒമോദാക്ക അവനൊരു വാൾ നൽകി. എന്നാൽ അതാകട്ടെ ഒരു മുള കൊണ്ടുണ്ടാക്കിയ വാളായിരുന്നു. വ്യക്തമായും മൊട്ടോമയുടെ വാൾ ഒമോദാക്ക നേരത്തെ തന്നെ കൈക്കലാക്കുകയും പകരം മനഃപൂർവ്വം ഒരു മുളവാൾ വെക്കുകയുമായിരുന്നു എന്ന് ദൃശ്യമായി. അതിനുശേഷം മൊട്ടോമയുടെ രോഗിയായ ഭാര്യയെയും മക്കളെയും പരിപാലിക്കാൻ 3 റിയോ പണം നൽകണം എന്നവൻ കഗേയുടെ അടുത്തെത്തി അപേക്ഷിച്ചു. കഗേയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ സാമുറായിക്ക് വ്യാജ സെപ്പുക്കു നടത്തി സംഭാവനകൾ കൈപ്പറ്റാം എന്ന വാർത്ത കേട്ട് അറിഞ്ഞതിനാലായിരുന്നു മൊട്ടാമെ അവിടെ എത്തിയത്. കഗേയോ അതിന് മറുപടിയൊന്നും നൽകാത്തതിനാൽ മൊട്ടാമയൊടുവിൽ സെപ്പുക്കു ചെയ്യാൻ നിർബന്ധിതനാക്കപ്പെട്ടു. മറ്റു വഴിയില്ലാതെ ആ വാൾ ഒടിയുന്നതുവരെ അവൻ ആ മുളവാൾ സ്വന്തം വയറ്റിലേക്ക് വീണ്ടും വീണ്ടും കുത്തിയിറക്കി വേദന കൊണ്ട് അലറി വിളിച്ചു. കഠിനമായ വേദനയിലായ മൊട്ടാമെ അവിടുണ്ടായിരുന്ന സമുറായിമാരോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒമോദാക്ക തന്റെ ജോലി ചെയ്യാതെ അവനെ കൂടുതൽ സമയം വേദനിപ്പിച്ചു. മൊട്ടാമയുടെ കഷ്ടപ്പാട് സഹിക്കാനാവാതെ വന്ന കഗേയോ ഉടൻ തന്നെ മൊട്ടാമയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ വേദന അവസാനിപ്പിക്കുന്നതിന് കഴുത്തിൽ വെട്ടി. കഥ അവിടെ നിന്നും ചിത്രത്തിന്റെ തുടക്കത്തിൽ കഗേയുടെ സ്ഥലത്ത് ഹാൻഷിറോ സെപ്പുക്കു ചെയ്യാൻ എത്തിയ ഇടത്തേക്ക് തിരികെ പോകുന്നു. ഉടൻ തന്നെ കഗേയോയും അദ്ദേഹത്തിന്റെ സമുറായിമാരും ഹാൻഷിറോയുടെ സെപ്പുക്കുവിനായി പ്രധാനമുറ്റത്തൊത്തുകൂടി. ഹാൻഷിറോ സെപ്പുക്കു ചെയ്യുന്നതിനു മുമ്പ് തന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ കഗേയോട് ആവശ്യപ്പെട്ടു. അതായത് കഗേയോയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായ ഒമോദാക്ക തനിക്കൊപ്പം ഉണ്ടാകണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട കഗേയോ ഉടൻ തന്നെ തന്റെ സമുറായിമാരിൽ ഒരാളോട് ഒമോദാക്കയെ കൂട്ടിക്കൊണ്ടുവരാൻ ഉത്തരവിട്ടു. നിർഭാഗ്യവശാൽ പുറത്തുപോയിരുന്ന ഒമോദാക്കയും മറ്റ് 2 സാമുറായിമാരും തിരിച്ചെത്തിയിരുന്നില്ല. അവരെ പറ്റിയൊരു വിവരവുമില്ല. തന്റെ മികച്ച സമുറായികളോട് ഹാൻഷിറോ എന്തോ ചെയ്തിട്ടുണ്ട് എന്നതോടെ കഗേയോ മനസ്സിലാക്കി. ഉടൻ തന്നെ ആ ദേഷ്യത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം അവനെ ആക്രമിക്കാൻ തയ്യാറായി. പ്രശാന്തനായി ഹാൻഷിറോ കഗേയോയോടും എല്ലാ സമുറായിമാരോടും ആക്രമണത്തിന് മുമ്പ് ആദ്യം തന്റെ കഥ കേൾക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ കഥ പറഞ്ഞു തീർത്ത ശേഷം സമുറായിമാർക്ക് തന്നോട് പോരാൻ അനുവാദം നൽകാം എന്നവൻ പറഞ്ഞു.
തുടർന്ന് ഹാൻഷിറോ കഗേയോയോടും എല്ലാ സമുറായിമാരോടും ചിജിവ മൊട്ടോമയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ തന്റെ മരുമകനായിരുന്നു എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തി. രംഗം ഹാൻഷിറോയെ ഒരു നിർമ്മാതാവായി ജാപ്പനീസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരുന്ന ഒരു പഴയ കാലത്തിലേക്ക് മാറുന്നു. ഹാൻഷിറോയുടെ ഭാര്യ മരിച്ചതിനാൽ പ്രിയപ്പെട്ട മകൾ മിഹോയെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു. പിറ്റേന്ന് ഹാൻഷിറോയും മൊട്ടാമയുടെ പിതാവുമായ ചിജിവായും കൊട്ടാരത്തിലെ മതിൽ നന്നാക്കാൻ അവിടെ എത്തി. അധികം വൈകാതെ കുറച്ചുപേർ ചിജിവായെ കാണാൻ വരികയും കോട്ട ഉടൻ തന്നെ നന്നാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജാപ്പനീസ് സാമ്രാജ്യത്തിലെ യുദ്ധ ഉടമ്പടി വ്യവസ്ഥകൾ ലംഘിക്കുന്നതിനാൽ അദ്ദേഹം അത് ചെയ്യാൻ വിസമ്മതിച്ചു. തുടർന്ന് ഉന്നതവംശമായ ഷോഗൻ കുടുംബവംശം ആ ജോലി ചെയ്യാൻ തയ്യാറായതായി അവിടുത്തെ ഒരാൾ ചിജിവായെ അറിയിച്ചു. ഇത് കേട്ട ചിജിവായ്ക്ക് കോട്ടയിൽ പണി ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി. പിറ്റേന്ന് ഹാൻഷിറോയും മിഹോയും ചിജിവായുടെ വീട് സന്ദർശിക്കാൻ എത്തി. അവിടെ വെച്ച് മിഹോ ചിജിവായുടെ മകനായ മൊട്ടാമയെ പരിചയപ്പെട്ടു. ഹാൻഷിറോ പിന്നീട് ഷോഗൻ വംശത്തെക്കുറിച്ച് ചിജിവായോട് സംസാരിച്ചു. ഒരു കാലത്ത് തന്റെ ശത്രുക്കളായിരുന്ന വംശങ്ങളെ ഇല്ലാതാക്കാൻ ഷോഗൻ വംശം ഗൂഢാലോചന നടത്തുന്നതാണോ ഇതെന്ന് ഹാൻഷിറോ സംശയിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിജിവ ആഗ്രഹിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം 1619 അനുവാദമില്ലാതെ ഒരു കോട്ട പണിത് യുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് ചിജിവായുടെ വംശത്തെ ശിക്ഷിച്ചുകൊണ്ട് ഷോഗൻ വംശം ഒരു ഉത്തരവിറക്കി. ശിക്ഷയായി ചിജിവായുടെ വംശത്തെ ആ പ്രദേശത്തുനിന്ന് പുറത്താക്കുകയും ചിജിവായുടെ കുടുംബം നിർമ്മിച്ച കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതായത് ചിജിവായുടെ വംശത്തെ ഇല്ലാതാക്കാൻ ഷോഗൻ വംശം ചിജിവായെ കൂടെ നിർത്തി ചതിക്കുകയായിരുന്നു. ഹാൻഷിറോയുടെ ആ മുൻപത്തെ ഊഹം അതോടെ ശരിയാണെന്ന് തെളിഞ്ഞു. ഇത് കേട്ട രോഗിയായിരുന്ന ചിജിവായ്ക്ക് അത് സഹിക്കാനായില്ല. അദ്ദേഹം സെപ്പുക്കു ചെയ്യാൻ ഉദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ദയനീയമായി ക്ഷീണിക്കുകയും അവസ്ഥ വഷളാവുകയും ചെയ്തിരുന്നു. ചിജിവ മരണത്തോടടുക്കുന്ന സമയത്ത് മൊട്ടാമയെ താനെപ്പോഴും സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഹാൻഷിറോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് 1620 ഫുക്കുഷിമ വംശം ഔദ്യോഗികമായി പിരിച്ചുവിടപ്പെട്ടു. ഇത് ഹാൻഷിറോയ്ക്ക് കൊട്ടാരം സമുറായി എന്ന ജോലി നഷ്ടപ്പെടാനും ഇടയാക്കി. തുടർന്ന് മൊട്ടാമയെയും മിഹോയെയും നല്ല രീതിയിൽ നോക്കാനും ജീവിത ചെലവിനായും അവൻ കടലാസ് കുടകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം ഹാൻഷിറോ മൊട്ടാമയോടൊപ്പം ഒരു തടാകത്തിൽ മീൻ പിടിക്കാൻ പോയി. മണിക്കൂറുകൾക്ക് ശേഷം അന്നത്തെ ഭക്ഷണത്തിന് കൂട്ടാനായി ഒരു സ്വർണ്ണ മത്സ്യത്തെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. മീൻപിടുത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹാൻഷിറോയും മൊട്ടാമയും ലീ കുടുംബവംശത്തിന്റെ മനോഹരവും ഗാംഭീര്യവുമുള്ള വസതിയിലേക്ക് ആഘോഷപൂർവമായ ഘോഷയാത്ര പ്രവേശിക്കുന്നത് നോക്കിക്കണ്ടു. താൻ വലുതാകുമ്പോൾ ഹാൻഷിറോയുടെയും മിഹോയുടെയും ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ആ വസതിയിൽ ജോലി ചെയ്യും എന്ന് മൊട്ടാമെ പറഞ്ഞു. 10 വർഷങ്ങൾക്ക് ശേഷം ഹാൻഷിറോയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ മാറ്റമൊന്നും വന്നിരുന്നില്ല. ഹാൻഷിറോ എപ്പോഴും കടലാസ് കുടകൾ ഉണ്ടാക്കുന്ന ജോലി തുടരുകയാണ്. മിഹോ മുതിർന്നിരുന്നു. അവൾ ഇപ്പോൾ ചെറിയ കുട്ടികളെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ചെറിയൊരു വരുമാനം കിട്ടും. അതവൾ പിതാവിന് കൊടുക്കും. ഒരു രാത്രി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹാൻഷിറോ മൊട്ടാമയെ കാണാൻ പോയി. തന്റെ മകൾക്ക് നല്ലൊരു വരനെ കണ്ടെത്തണം എന്ന് ഹാൻഷിറോ ഉദ്ദേശിച്ചിരുന്നു. അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളോടൊപ്പമാണ് അവൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് തനിക്ക് നേരിട്ടറിയാവുന്ന മൊട്ടാമയോട് മിഹോയെ വിവാഹം കഴിക്കാൻ ഹാൻഷിറോ ആവശ്യപ്പെട്ടു. തനിക്കിപ്പോഴും സ്ഥിരമായ ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്തതിനാൽ ആദ്യം ആ വിവാഹ വാഗ്ദാനം സ്വീകരിക്കാൻ മൊട്ടാമയെ മടിച്ചു. എന്നാൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്കൊപ്പം മിഹോ സന്തോഷവതിയായിരിക്കണം എന്ന് മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഹാൻഷിറോ വിശദീകരിച്ചപ്പോ മൊട്ടാമെ ആ വാഗ്ദാനം സ്വീകരിക്കാൻ തീരുമാനിച്ചു. മിഹോയെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് അവൻ വാഗ്ദാനം നൽകി. കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. മിഹോയുടെയും മൊട്ടാമയുടെയും വിവാഹം ഔദ്യോഗികമായി കഴിഞ്ഞു. പിന്നീട് അവർക്ക് കിങ്കു എന്ന പേരിലൊരു മകൻ പിറന്നു. ഹാൻഷിറോയ്ക്ക് തന്റെ പേരക്കുട്ടിയോട് വലിയ സ്നേഹമായിരുന്നു. അവൻ എപ്പോഴും കുട്ടിക്കൊപ്പം കളിക്കുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മിഹോയ്ക്ക് പെട്ടെന്ന് അസുഖം വരികയും രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. മകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലനായ ഹാൻഷിറോ സഹായം വേണമെങ്കിൽ തന്നോട് പറയാൻ മിഹോയോട് ആവശ്യപ്പെട്ടു. ആ വർഷം ഭരണാധികാരികളിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിന് യുവ സമുറായിമാർ വ്യാജ സെപ്പുക്കു ചെയ്യുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ജനങ്ങൾക്കിടയിൽ പരക്കാൻ തുടങ്ങിയിരുന്നു. ഇത് കേട്ട ഹാൻഷിറോ അത്ഭുതപ്പെട്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. മിഹോയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയും അവൾ തുടർച്ചയായി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. വിഷമത്തിലായ മൊട്ടാമെ മരുന്ന് വാങ്ങാൻ പണം കണ്ടെത്താൻ തന്റെ പുസ്തകങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ പുസ്തകം വിറ്റുകിട്ടിയ പണം ചികിത്സയ്ക്ക് തികഞ്ഞില്ല. ഭാര്യയ്ക്കായി കുറഞ്ഞ അളവിൽ മാത്രമേ മരുന്ന് വാങ്ങാൻ അവന് കഴിഞ്ഞുള്ളൂ. എപ്പോഴും രോഗിയായിരിക്കുന്ന മിഹോയ്ക്ക് കുറ്റബോധം തോന്നാൻ തുടങ്ങുകയും ഭർത്താവിന് താനൊരു ഭാരമാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അവൾ മാപ്പ് ചോദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ മൊട്ടാമെ മിഹോയെ ഒരിക്കലും ഒരു ഭാരമായി കണ്ടില്ല. അവളെ അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു.
തന്റെ മകളുടെ രോഗം വഷളാകുന്നത് കണ്ട ഹാൻഷിറോ മകൾ കാരണം മൊട്ടാമയ്ക്ക് വിഷമം അനുഭവിക്കേണ്ടി വന്നതിന് അവനോട് മാപ്പപേക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിങ്കുവിന് കഠിനമായ പനിയാണെന്ന വാർത്ത ഹാൻഷിറോയ്ക്ക് ലഭിച്ചു. വിഷമത്തിലായ ഹാൻഷിറോ പേരക്കുട്ടിയുടെ അവസ്ഥയറിയാൻ ഉടൻ തന്നെ മകളുടെ വീട്ടിലേക്ക് ഓടിയെത്തി. മൊട്ടാമി അതിനോടകം കിങ്കുവിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു. എന്നാൽ മുൻകൂറായി 3 റിയോ നൽകണം, എന്നാലേ ചികിത്സിക്കൂ എന്നായിരുന്നു മറുപടി കിട്ടിയത്. അത്രയും പണം നൽകാൻ അവന് കഴിഞ്ഞില്ല. പണം കണ്ടെത്താനായി താൻ പുറത്തുപോയി വരുമ്പോഴേക്കും വീട്ടിൽ മിഹോയ്ക്കും കിങ്കുവിനൊപ്പം നിൽക്കാൻ മൊട്ടാമെ ഹാൻഷിറോയോട് ആവശ്യപ്പെട്ടു. വൈകുന്നേരത്തോടെ പണവുമായി തിരികെ വരാമെന്ന് മൊട്ടാമെ വാഗ്ദാനം ചെയ്തു. മൊട്ടാമെ പോയതിനു ശേഷം വീട്ടിലുണ്ടായിരുന്ന ഹാൻഷിറോയും മിഹോയും വീടിനകത്തേക്ക് തണുത്ത വായു കടക്കാതിരിക്കാൻ വീടിന്റെ വിടവുകൾ കടലാസ് ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ചു. സമയം കടന്നുപോയി. കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം തന്നെ കടന്നുപോയി. അടുത്ത ദിവസം രാത്രിയായിട്ടും മൊട്ടാമെ തിരിച്ചെത്തതിനാൽ ഹാൻഷിറോ പരിഭ്രാന്തനാവാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ആകെ വല്ലായ്മ തോന്നിയ മീഹോ ആകട്ടെ തന്റെ മകനെ പരിശോധിച്ചു. കിങ്കുവിന്റെ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായി നിലച്ചതായി മനസ്സിലാക്കിയവൾ വല്ലാതെ പരിഭ്രാന്തിയിലായി. മകന്റെ പേര് വിളിച്ച് കരയാൻ തുടങ്ങുകയും ചെയ്തു. പേരക്കുട്ടി മരിച്ചുവെന്ന വിവരമറിഞ്ഞ് വീട്ടിലുണ്ടായിരുന്ന ഹാൻഷിറോ സങ്കടത്തോടെ കരഞ്ഞു. മകന്റെ മരണത്തിൽ വളരെയധികം കുറ്റബോധം തോന്നിയ മിഹോ മകനെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട ഹാൻഷിറോ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അത് മിഹോയുടെ തെറ്റല്ലെന്ന് പറയുകയും ചെയ്തു. ഹാൻഷിറോയും മിഹോയും കിങ്കുവിനെ അടക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെ അപരിചിതരായ ചിലർ അവരുടെ വീട്ടിലെത്തി. കിങ്കുവിന്റെ മരണത്തിന്റെ സങ്കടം തീരുന്നതിന് മുമ്പ് തന്നെ മൊട്ടാമെ മരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ ഹാൻഷിറോയ്ക്കും മിഹോയ്ക്കും നേരിടേണ്ടി വന്നു. ലീ കുടുംബവംശത്തിന്റെ വസതിയിൽ വെച്ച് മൊട്ടാമെ ആദരണീയമായി സെപ്പുക്കു ചെയ്തുവെന്ന് ആ വ്യക്തി പറഞ്ഞു. മൊട്ടാമയുടെ മൃതദേഹം കൈമാറി. ഇത് കേട്ട ഹാൻഷിറോ മൊട്ടാമെ സെപ്പുക്കു ചെയ്യാൻ പോയി എന്ന് വിശ്വസിക്കാൻ കഴിയാതെ തികച്ചും ഞെട്ടിപ്പോയി. മരുമകൻ മരിച്ചത് കണ്ട് ഹാൻഷിറോയ്ക്ക് വലിയ ദേഷ്യവും വിഷമവും നിരാശയും തോന്നി. ഒരു മുളവാൾ പകരം വെച്ച് മൊട്ടാമയുടെ വാൾ കണ്ടപ്പോൾ അതൊരു സാമുറായിയെ വലിയ രീതിയിൽ അപമാനിച്ചതും അയാളോട് ക്രൂരത ചെയ്തതുമാണെന്ന് ഹാൻഷിറോ തിരിച്ചറിഞ്ഞു. അതോടെ ഹാൻഷിറോ കഠിനമായ കോപം കൊണ്ട് വിറച്ചു. മൊട്ടാമയുടെ മൃതദേഹം കൊണ്ടുവന്ന ആളുടെ പുറകെ ഹാൻഷിറോ ഉടൻ തന്നെ പോവുകയും മൊട്ടാമ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തു. ധനസഹായം ലഭിക്കുന്നതിന് ലീ കുടുംബത്തിന്റെ വസതിയിൽ വെച്ച് വ്യാജ സെപ്പുക്കു ചെയ്യാൻ മൊട്ടാമെ ഉദ്ദേശിച്ചിരിക്കാമെന്നും എന്നാൽ ഒടുവിൽ യഥാർത്ഥ സെപ്പുക്കു ചെയ്യേണ്ടി വന്നതാകാമെന്നും ആ മനുഷ്യൻ പറഞ്ഞു. ഇതിനിടയിൽ വീട്ടിലുണ്ടായിരുന്ന മിഹോ കടുത്ത സങ്കടത്തോടെ മൊട്ടാമയുടെ മൃതദേഹത്തിലേക്ക് നോക്കി. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അവൾ ഭർത്താവ് മരിച്ച അതേ രീതിയിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നീണ്ട കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒടുവിൽ മിഹോ മൊട്ടോമയുടെ മൃതദേഹത്തിനരികെ വെച്ച് മരണമടഞ്ഞു. ഹാൻഷിറോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ആത്മഹത്യ ചെയ്ത് മരിച്ചത് കണ്ട് അദ്ദേഹം തകർന്നുപോയി. അതോടെ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ കാരണമായ ലീ വംശത്തോട് പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. സെപ്പുക്കു ചടങ്ങ് തുടങ്ങുന്നതിനായി ഹാൻഷിറോ കഗയുടെ വീടിന്റെ പ്രധാന മുറ്റത്ത് നിൽക്കുന്ന നിമിഷത്തിലേക്ക് കഥ വന്നെത്തുകയാണ്. ഒരു സമുറായി എന്ന നിലയിൽ കുടുംബത്തെ സഹായിക്കാൻ തന്റെ വാൾ വിറ്റതിനാൽ മൊട്ടാമെ ചെയ്തത് വളരെ ആദരണീയമായ ഒരു കാര്യമാണെന്ന് ഹാൻഷിറോ പറഞ്ഞു. കൂട്ടത്തിൽ ഭരണാധികാരികളുടെ സഹതാപം നേടാൻ വ്യാജ സെപ്പുക്കു നടത്താനുള്ള മൊട്ടാമയുടെ പ്രവർത്തനം ന്യായീകരിക്കാനാവില്ല എന്നും ഹാൻഷിറോ സമ്മതിച്ചു. എങ്കിലും ഒരു മുളവാൾ ഉപയോഗിച്ച് ഒരു സമുറായിയെ അപമാനിച്ച് സെപ്പുക്കു ചെയ്യാൻ അനുവദിക്കുന്നത് സമുറായിയുടെ അന്തസ്സിനും അവന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾക്കും ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. തുടർന്ന് കഗേയോ ഹാൻഷിറോയോട് തന്റെ മികച്ച സമുറായികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ട ഹാൻഷിറോ മൊട്ടാമയുടെ മൃതദേഹത്തിൽ അവർ വെച്ചിരുന്ന പണം പുറത്തെടുക്കുകയും കഗേയോയുടെ ഏറ്റവും മികച്ച സമുറായിമാരുടെ കുടുംബങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. അന്ന് മൊട്ടാമയുടെ മൃതദേഹം അയച്ച ആളിൽ നിന്ന് വ്യാജ സെപ്പുക്കുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച ശേഷം മൊട്ടാമയുടെ അവസാന നിമിഷങ്ങളിൽ അവനെ വേദനിപ്പിച്ച സമുറായിമാരെ കാണാൻ ഹാൻഷിറോടൻ തന്നെ പോയിരുന്നു. സമുറായിമാരെ തോൽപ്പിക്കാൻ ഹാൻഷിറോയ്ക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. അതിനുശേഷം ഒരു സമുറായി എന്ന നിലയിലുള്ള അവരുടെ മാനം നഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമായി അവൻ അവരുടെ കുടുംബങ്ങൾ അറുത്തെടുത്തു. ഹാൻഷിറോയുടെ ആ വിശദീകരണം കേട്ട കഗേയോ ഹാൻഷിറോയെ കൊല്ലാൻ തന്റെ എല്ലാ സമുറായിമാർക്കും ഉത്തരവ് കൊടുത്തു. ഉടൻ തന്നെ അയാൾ മുറ്റത്തുനിന്നും മടങ്ങാനും തുടങ്ങി. അല്പം പോലും ഭയം തോന്നാതെ ഹാൻഷിറോ തന്റെ വാൾ പുറത്തെടുത്ത് എല്ലാ സമുറായിമാരോടും പോരാടാൻ തയ്യാറായി. ഇപ്പോൾ എല്ലാം നഷ്ടമായ ഹാൻഷിറോയ്ക്ക് മരണത്തെ ഭയമില്ലായിരുന്നു. തുടർന്ന് അവൻ സമുറായിമാരെ ആക്രമിച്ചുകൊണ്ട് തന്നെ കഗേയുടെ വീട്ടിലേക്ക് നയിച്ചു. ലീ കുടുംബവംശത്തിന്റെ ആദരണീയമായ ചിഹ്നം കണ്ടെത്താനും അത് തട്ടി താഴെയിടാനുമായിരുന്നു ഹാൻഷിറോ മനഃപൂർവ്വം അങ്ങനെ ചെയ്തത്. തന്റെ കുടുംബത്തിന്റെ ആദരവിന്റെ ചിഹ്നം നശിപ്പിക്കപ്പെട്ടത് കണ്ട കഗേയോയ്ക്ക് കഠിനമായ കോപം വന്നു. ആദരവിന്റെ ചിഹ്നം നശിപ്പിച്ച ശേഷം ഹാൻഷിറോ അവർക്ക് മുമ്പിൽ കീഴടങ്ങി.
കഗേയുടെ എല്ലാ സാമുറായിമാർക്കും തന്റെ ശരീരം വെട്ടിപ്പരിക്കേൽപ്പിക്കാനായി നിന്നുകൊടുത്തു. മരണത്തിന് തൊട്ടുമുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ തന്റെ മകൾ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് ജന്മം നൽകിയ മനോഹരമായ ഓർമ്മകൾ ഹാൻഷിറോ ഓർത്തെടുത്തു. ലീ കുടുംബത്തിന്റെ ആദരവ് നശിപ്പിച്ചതോടെ തന്റെ പ്രതികാരം പൂർത്തിയായതായി ഹാൻഷിറോ തീരുമാനിച്ചിരുന്നു. അധികം വൈകാതെ കഗേയുടെ സാമുറായിമാർക്ക് ഒമോദാക്കിയെയും കൂടെയുള്ള മറ്റ് 2 സമുറായികളെയും കണ്ടെത്താൻ കഴിഞ്ഞു. ആകെ നാണം കെട്ടിരുന്ന അവർ പരാജയപ്പെട്ടിരുന്ന അവർ സെപ്പുക്ക് ചെയ്യാനായി തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഗേയുടെ ആളുകൾ ലീ കുടുംബവംശത്തിന്റെ ആദരണീയ ചിഹ്നം നന്നാക്കിയെടുത്തു. ഷോഗൺ വംശത്തിന്റെ കുടുംബം കഗേയുടെ വസതി സന്ദർശിക്കാൻ വന്നപ്പോഴേക്കും ആദരവിന്റെ ചിഹ്നം പഴയതുപോലെ വീണ്ടെടുക്കപ്പെട്ടിരുന്നു. സമുറായിമാർ ആദരവിന്റെ ചിഹ്നത്തിന് അവരുടെ ആദരവ് അർപ്പിക്കുന്ന ഒരു രംഗത്തോടെ സിനിമ അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.